ഇന്ന് നമ്മൾക്ക് ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു റെസിപ്പിയാണ് ചെയ്യുന്നത്, മോമോസ്. അതിനായി ആദ്യം നമുക്ക് ഗോതമ്പ് പൊടി എടുക്കാം. ഈ കപ്പിൽ നമുക്കൊരു 3 കപ്പ് ഗോതമ്പ് എടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിടാം. അതിനുശേഷം ഇത് 2 ടീസ്പൂൺ ഓയിലാണ്. നമുക്കിതും കൂടെ ഇതിൽ ചേർത്ത് ഇനി ഇത് നന്നായി കൈകൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്കുള്ള പോലെ തന്നെ ഇങ്ങനെ നമ്മൾ കുഴച്ചെടുത്തു. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഇതിനുള്ള ഫില്ലിങ് തയ്യാറാക്കാം. മോമോസിൻ്റെ ഫില്ലിങ് തയ്യാറാക്കാനായി ആദ്യം ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അത് ചൂടാകുമ്പോൾ നമുക്ക് കുറച്ച് ഓയിൽ ഒഴിക്കാം. ഓയിലൊന്ന് ചൂടാവട്ടെ. ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി മുറിച്ചത് വേവിയിടാം. ഇതിലേക്ക് വലിയ ഉള്ളി മുറിച്ചത് നമുക്കിടാം. ഒരു ചെറിയ വലിയ ഉള്ളിയാണ്. ഒന്ന് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി വഴന്നു വന്നു. ഈ സമയത്ത് നമുക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന ക്യാബേജ് ഇങ്ങനെ ഇടാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇത് ഒരു ചെറിയ ക്യാരറ്റാണ്. നമുക്കിതുപോലെ ആക്കിയിട്ട് ഇതിലേക്ക് ഇടാം. ക്യാപ്സിക്കം മുറിച്ചത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇളക്കാം. സമയത്ത് നമുക്ക് ഇത് സ്പ്രിംഗ് ഒണിയനാണ്. ഇത് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് നമുക്കിതിനാവശ്യമായ ഉപ്പ് ചേർക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഇളക്കി ഇങ്ങനെ യോജിപ്പിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കാം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ വെജിറ്റബിൾസൊക്കെ നല്ല പാകത്തിന് വെന്ത് നല്ല മണം വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഇത് 1 ടീസ്പൂൺ സോയാ സോസാണ്, ഇതൊഴിക്കാം. 1 ടീസ്പൂൺ ചില്ലി സോസ്, ഇത് 1/2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ നമുക്ക് ചേർക്കാം. നന്നായിട്ട് ഇളക്കാം. ഇതുണ്ട് പാകത്തിനായി. നമ്മുടെ സോസൊക്കെ കൂടെ ഒഴിച്ച് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചപ്പോൾ ആ സോസിൻ്റെയൊക്കെ കൂടെ നല്ലൊരു ഫ്ലേവറാണ് വരുന്നത്. അപ്പോൾ പാകത്തിനായി നമുക്കിനി നമ്മുടെ സ്റ്റവ് ഓഫ് ചെയ്യാം. നമ്മുടെ മാവ് കുഴച്ച് വെച്ചിട്ട് 10 മിനിറ്റായി. നമുക്ക് തുറന്നു. നല്ല സോഫ്റ്റ് മാവാണ്. ഇനി നമുക്കിതിൽ നിന്ന് ഒരു ചെറിയ ഉരുള എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഈ ഒരു വലുപ്പത്തിൽ നമുക്കെടുക്കാം. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം.
നമുക്കിതുപോലൊരു അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് ഷേപ്പാക്കി നമുക്കെടുക്കാം. ഇനി നമുക്കിവിടെ ഈ സൈഡിൽ ഇങ്ങനെ കുറച്ചൊന്ന് വെള്ളം ഒന്ന് സ്പ്രെഡ് ചെയ്യാം. വെറും പച്ചവെള്ളം. ഒരു സ്പൂൺ മസാല നമ്മൾ വെച്ചു. ഇത് നമ്മൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് നമ്മളിത് ഇങ്ങനെ കൂട്ടി പിടിക്കുക. കൂട്ടി പിടിച്ചതിന് ശേഷം ഇങ്ങോട്ടൊന്ന് തിരിക്കുക. കണ്ടില്ലേ മോമോസിൻ്റെ ഷേപ്പ്? മോമോസ് നമ്മൾ ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് ഇഡ്ഡലി പാത്രത്തിൽ ഇതുപോലെ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ സ്റ്റീമർ വെക്കാം. ഇനി അതിലേക്കാണ് നമ്മുടെ മോമോസ് വേവിക്കാനായിട്ട് വെക്കുന്നത്. ഓരോന്നായി എടുത്ത് ഇതിലേക്ക് വെക്കും. വെച്ചിട്ട് നമുക്കിന്ന് വേവിക്കാം. നമ്മുടെ മോമോസ് നമുക്ക് വെന്തോ നോക്കാം. ഹായ്, നന്നായിട്ട് വെന്തു കണ്ടില്ലേ? ഇനി നമുക്കിത് എടുക്കാം. ഓക്കെ, യെസ്, റെഡി. കണ്ടില്ലേ? നല്ല ആവി പറക്കുന്ന നല്ല മോമോസ്. വളരെ ഈസി ആയിട്ട് തന്നെ നമ്മൾ ഉണ്ടാക്കി. നമുക്ക് ബാക്കിയും കൂടെ തന്നെ ഇങ്ങനെ ചെയ്തെടുക്കാം. ഒരു ചട്നി കൂടെ വേണം. അതിനായിട്ട് നമുക്ക് ഒരു പാത്രത്തിൽ ഇതുപോലെ തക്കാളി ഇട്ടതിന് ശേഷം കുറച്ച് കാശ്മീരി വറ്റൽമുളകാണ്, അതും കൂടി ഇട്ട് നമുക്കൊന്ന് നന്നായി തിളപ്പിച്ചെടുക്കാം. തക്കാളിയും മുളകും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. ഇനി തണുത്തതിന് ശേഷം വേണം നമുക്കിത് ചട്നിയായിട്ട് അരച്ചെടുക്കാൻ. ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഈ ടൊമാറ്റോയുടെ തക്കാളിയുടെ തൊലി ഇങ്ങനെ കളഞ്ഞിട്ട് വേണം നമുക്കിത് അരച്ചെടുക്കാൻ. അതുപോലെ തന്നെ മുളകിൻ്റെ ഈ ഞെട്ടിയും കളയാം നമുക്ക്. എന്നിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇടാം. മിക്സിയുടെ ജാറിലേക്ക് മുളകിട്ടു. അതിനുശേഷം നമ്മുടെ തക്കാളി തൊലി കളഞ്ഞ് അതിലേക്ക് ഇടാം. ഇനി വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ്. അതിനുശേഷം ടീസ്പൂൺ പഞ്ചസാര കൂടെ ചേർക്കാം. ഇത് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. നമ്മുടെ മോമോസ് റെഡിയായി. നല്ല ഹെൽത്തി ആൻഡ് ടേസ്റ്റി, എല്ലാവർക്കും ഇഷ്ടമാവുന്ന മോമോസാണ്. ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല ഹെൽത്തിയാണ്. കഴിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് പറ. അപ്പം നമുക്ക് വേഗം തന്നെ കഴിക്കാം. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഞങ്ങളുടെ ഈദ് മുബാറക്. അപ്പോൾ നല്ല സ്പെഷ്യൽ ടേസ്റ്റി ആൻഡ് ഹെൽത്തി വെജിറ്റബിൾ മോമോസ് നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഇത് മോമോസ് ചട്നിയിൽ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് കണ്ടോ, കാണാനേ എന്താ ഭംഗി. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഉണ്ടാക്കി തരുന്നത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്നാക്സിൽ
ഡിഷസിൽ ഒന്നാണിത്. അത്ര സ്വാദാണ്. അതാണ് ഞാൻ ആദ്യം വലിയൊരു ബൈറ്റ് എടുത്തത്. ഫില്ലിങ് എന്ത് ടേസ്റ്റാണ്. അതേപോലെ തന്നെ ചട്നി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവും. നമുക്ക് മനസ്സ് നിറഞ്ഞ് കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നമുക്കിത് ഉണ്ടാക്കി എല്ലാവരും ഞെട്ടിക്കാനും സാധിക്കും. നല്ല മനോഹരമായ ഡിഷുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല സ്വാദാണ്. So see you in the next video. Have a nice day.